യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തിരക്കിട്ട് നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി ശ്രാവൺ റാവു കേരള നേതാക്കളെ കണ്ടു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ സംബന്ധിച്ച് ഇതുവരെ സമവായമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, KCO മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ തുടങ്ങിയവരുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കുന്നത് അബിൻ വർക്കിയാണ്. കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിലേറെ വോട്ട് നേടിയ അബിനെ പ്രസിഡന്റ് ആക്കാതിരുന്നാൽ സ്വാഭാവിക നീതി നിഷേധമാകുമെന്നാണ് I ഗ്രൂപ്പ് വാദിക്കുന്നത്. KM അഭിജിത്തിന്റെ പേരാണ് A ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന പക്ഷം ബിനു ചുള്ളിയിലിനെയും നിർദ്ദേശിക്കുന്നുണ്ട്. OJ ജനീഷും നേതൃത്വത്തിന്റെ പരിഗണനയിലാണ്. ലൈംഗികാരോപണത്തെ തുടർന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെച്ചതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഒഴിവ് വന്നത്. 16 ദിവസമായി യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാത്തത് സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനം വൈകുന്നതിനെതിരെ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവേൽ നേരത്തെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നാഥനില്ലാ കളരിയാണെന്നും ജഷീർ പള്ളിവയൽ വിമർശിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാത്ത യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടത്തുന്നത് തിരിച്ചടിയായിരുന്നു. സമരങ്ങൾ ഏകോപിപ്പിച്ചത്